ബജറ്റിലെ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ റാഗിങ്ങിന് പിന്നാലെ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ക്യാമ്പസുകളിൽ കുട്ടികൾ നേരിടുന്ന ദുരനുഭവവും കുട്ടികൾക്ക് ഭയമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു അവസരം തന്റെ മകന്റെ പേരിൽ ഒരുക്കിയതിൽ സന്തോഷമുണ്ടെന്ന് ഷീബ പറഞ്ഞു. ഇന്നലെ വി ഡി സതീശൻ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലാണ് ഇത്തരമൊരു സിദ്ധാർത്ഥന്റെ പേരിൽ ആപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. മോൻ്റെ പേരിൽ തന്നെ ഒരു ആക്ട്, ഒരു ആപ്പ് ഇതൊക്കെ വരുന്നതിൽ നമ്മുടെ കുട്ടികൾക്ക് ക്യാമ്പസിൽ ഒരു ഭയമില്ലാതെ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അനുഭവം ആരടുത്തെങ്കിലും പറയാൻ, മാതാപിതാക്കളടുത്തോ അധ്യാപകരടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ പറയാൻ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നത്, അതും മോൻ്റെ പേരിൽ ആണ് അത് നടത്തുന്നത് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. അതും നമ്മൾ 2 വർഷം കൊണ്ട് പല കാര്യങ്ങൾക്കും ഇതിൻ്റെ കേസിൻ്റെ ബേക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ മനസ്സിനൊരു, എനിക്ക് മാത്രമല്ല കുറേ മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികളെ ക്യാമ്പസിലോട്ട് വിടുമ്പോൾ അവർക്കൊരു ധൈര്യം അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസമാണ് ഇതിപ്പോൾ. പിന്നെ ഞാൻ ഇതിലൂടെ പറയുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ഇതിലെന്താണ് ഇത് ആപ്പ് വഴി ഒരു സൊല്യൂഷൻ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ആ കുട്ടികൾക്ക് കൂടെ അറിയിക്കണം. ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു റിസൾട്ട്, അതിനൊരു സൊല്യൂഷൻ കൂടെ കണ്ടെത്താനുള്ള ഒരു സമയം അത് എത്രയും വേഗത്തിൽ, ഇപ്പോൾ ഒരു റാഗിങ് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അതിനുള്ള തക്കതായ ഒരു ശിക്ഷ കൃത്യസമയത്ത് തന്നെ നടത്തുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ആ കുട്ടികൾക്കൊരു ധൈര്യം കിട്ടും. അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.